നമ്മുടെ നയന നമ്മുടെ നന്ദുവിനെ കാണുകയാണ്. നന്ദുവിനെ കണ്ടിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നയന പറയുകയാണ്. അങ്ങനെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. എന്ന് വെച്ചാൽ നമ്മുടെ അനിയും അനാമികയും തമ്മിലുള്ള വിഷയത്തിൽ നമ്മുടെ നന്ദുവിൻ്റെ പങ്ക് അതേക്കുറിച്ചാവും അല്ലേ നയന വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില ട്വിസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ പറയാനായിട്ട് ഞാനും റെഡിയാണ്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കനക പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരികയാണ്. ആദർശ് വരുമ്പോഴത്തേക്ക് അമ്മയെന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കനക തിരിഞ്ഞു നോക്കിയിട്ട് എന്താ മോനെ ആദർശേ, എന്താ? അല്ലമ്മേ, നയനെ കണ്ടില്ല, നയനെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ അമ്മേ, അമ്മയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുന്നത്, മോനെ എന്നോടാണോ അവള് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചോദിക്കേണ്ടത്? മോനോടല്ലേ ചോദിക്കേണ്ടത്? പിന്നെന്താ എന്നോട് ഇങ്ങനെ വന്നിട്ടൊരു ചോദ്യം? അമ്മയോടാണല്ലോ എല്ലാ കാര്യങ്ങളും അവൾ ഷെയർ ചെയ്യുന്നത് എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുകയാണ്, അതെന്താ മോനെ അങ്ങനെ? സാധാരണ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തം ഭർത്താവിനോടല്ലേ തുറന്നു പറയേണ്ടത്. അപ്പോൾ മോനോട് ഒന്നും മോൾ പറയുന്നില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഏയ് അതങ്ങനെ പ്രത്യേകിച്ചൊന്നും അല്ല അമ്മേ, പിന്നെ ഞാൻ അവളെ അവിടെ വന്നല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പോൾ അതിൻ്റെ ഒരിത്തിരി അഹങ്കാരം ഉണ്ട് അവൾക്ക്. ഇനി അവൾ വീട്ടിലങ്ങനെ പോകുന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയണേ, എൻ്റെ മോനെ, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവളായിട്ട് കണ്ടതുമില്ല. പിന്നെ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം അതെന്തായണമെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ രണ്ടാളും പറഞ്ഞങ്ങ് തീർത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ അമ്മ ഇടപെടില്ല, പറഞ്ഞേക്കാം എന്നിങ്ങനെ നമ്മുടെ കനക പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, ഇല്ലമ്മേ, ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ അവൾ എന്താണെന്ന് അറിയില്ല, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. അവളെ ഇവിടെയൊക്കെ ഞാൻ തിരക്കിയിട്ട് അവളെ കണ്ടതുമില്ല, അവളെ ഫോണിൽ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ കനക പറയണ, എന്തായാലും ആദർശ് മോനല്ലേ, ആദർശ് മോനും അവളുമായിട്ട് വഴക്കങ്ങനെ ഉണ്ടായോ? ഇല്ലമ്മേ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാര്യം എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, ഞാനന്ന് വീട്ടിൽ നിന്ന് ഞാൻ അവളെ ഇഷ്ടത്തിന് അവൾ വന്നതല്ലല്ലോ, ഞാനായിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ചില തലക്കനങ്ങളൊക്കെ അവൾക്കുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ? അവൾ അവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശിക്കും നല്ല സങ്കടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നയനെ കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് അവളിപ്പോൾ തറയിലൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുകയാണ്, എൻ്റെ ആദർശ് മോനെ, മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണോ ആദർശ് മോൻ നയനമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത്? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? എൻ്റെ ആദർശ് മോനെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് കനക പറയണേ, എൻ്റെ മോനെ, ഈ കാര്യത്തിൽ ഒരു കാര്യവും നീ എന്നോട് വന്ന് ചോദിക്കണ്ട. പിന്നെ നിൻ്റെ ഭാര്യയല്ലേ നയനമോള്, അപ്പോൾ അവളുടെ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ മോൻ നേരിട്ട് തിരക്കി അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? എന്തായാലും അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നത്, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ തനിയെ വിചാരിക്കുകയാണ്. അതിനുശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും നയന എവിടെ പോയെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിയും വന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് എവിടെ പോയെന്ന് കറക്റ്റ് പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഞാൻ അവളുമായിട്ട് വഴക്കിട്ടിട്ട് അവൾ പിണങ്ങി പോയതെന്ന്. എന്നാൽ ഞാൻ അങ്ങനെയായിട്ട് ചെയ്തിട്ടുമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നയനയുടെ അച്ഛനെ വിളിച്ച് തിരക്കി നോക്കാം, അദ്ദേഹത്തിന് എന്തായാലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ഗോവിന്ദനെ വിളിക്കുകയാണ്. ഗോവിന്ദനാണെങ്കിൽ അതേസമയം പത്രവും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ടാണെങ്കിലുണ്ടല്ലോ, ആദർശ് ഫോൺ അതുപോലെ തിരിച്ച് വെക്കുകയാണ്. കാരണം ഫോൺ എടുക്കുന്നില്ല, കാരണം കിട്ടുന്നില്ല പുള്ളിക്ക് ഫോൺ. അപ്പോൾ അതേ സമയത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, മോളെ നന്ദുട്ടാ, നീ ഇത് എങ്ങോട്ട് പോവുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണം, അച്ഛാ അത് പിന്നെ ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറയണം. നന്ദുവിൻ്റെ വാക്കുകളിലൊക്കെ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഉടനെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അതെന്താ മോളെ പുറത്തേക്ക് പോകുന്നത്? അല്ല,
മോള് പുറത്തേക്ക് പോകുന്നത് അച്ഛന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മോളിപ്പോൾ ഈ ഇടയായിട്ട് പുറത്തേക്കൊന്നും പോവാറില്ലായിരുന്നു. എന്നാലും അച്ഛൻ ചോദ്യമൊന്നും ചെയ്യുന്നില്ല. മോള് പൊയ്ക്കോ, പക്ഷേ അനിയെ കാണരുതെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നന്ദു പറയണ്, ഇല്ലച്ചാ, ഞാൻ അനിയെ കാണാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നതല്ല. പിന്നെ നയനേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയണം, മോളെ നയന എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ വിളിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എനിക്കറിയില്ല അച്ഛാ, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ചേച്ചി ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ? അപ്പോൾ ഗോവിന്ദൻ പറയണേ, ഇല്ല മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പലവട്ടം എനിക്ക് പറയണമെന്ന് തോന്നിയതാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു, മോളുടെ അമ്മ എന്നെ വിളിക്കുമ്പോഴൊക്കെ അത് അറിയിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനായിട്ട് പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നാലും മോൾ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പെട്ടെന്ന് തന്നെ പോയപ്പോൾ എനിക്ക് തോന്നിയത് മോൾ എങ്ങനെയെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയണ, എന്തോ അച്ഛാ, എനിക്കറിയില്ല, ഞാനായിട്ടൊന്നും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ നന്ദു പറയണേ, എന്നാൽ ഞാൻ പോയിട്ട് വരാം അച്ഛാ, എന്തായാലും ചേച്ചി കണ്ടു കഴിയുമ്പോൾ അറിയാലോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഇറങ്ങിപ്പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നയന നമ്മുടെ നന്ദുവിനെ തിരക്കിയിട്ട് പാർക്കിലിരിക്കുകയാണ്. നമ്മുടെ നയന ഇരിക്കുന്നെങ്കിലും നയന ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ നന്ദു അവിടേക്ക് ചെല്ലുകയാണ്. നന്ദുവിൻ്റെ സ്കൂട്ടിയുടെ അടുത്തേക്ക് വച്ചിട്ട് മാറ്റി വെച്ചിട്ട് നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നയന ഉടനെ നന്ദുവിനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നന്ദു, നിന്നെ ചേച്ചി അന്ന് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നോടൊന്നും ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്ക് അനിയുടെയും അനാമികയുടെയും വിവാഹത്തെ പറ്റിയൊക്കെ എന്താ നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? എനിക്കെന്താ അഭിപ്രായം? എനിക്കൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നയന പറയണം, അല്ല നന്ദു, നിൻ്റെ ഫോണിലുണ്ടായിരുന്ന അനിത ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അനിത എന്ന് നിൻ്റെ ഫോണിൽ ഞാൻ കിടക്കുന്ന കണ്ടല്ലോ, അത് അനിയുടെ നമ്പരല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ നന്ദു. അപ്പോൾ തന്നെ നമ്മുടെ നയന ചോദിക്കുകയാണ്, എന്തിനാ മോളെ നീ എന്നോട് കള്ളം പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് കരച്ചിൽ വരികയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, എന്താ നന്ദുട്ടാ നിനക്ക് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ്, നിങ്ങൾ തമ്മിൽ അതുകൊണ്ടുള്ള ഒരു സ്നേഹമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിച്ചതെല്ലാം വെറുതെ ആണെന്ന്. എന്നാലും നിനക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോ നന്ദു. ശരിക്കും പറഞ്ഞാൽ നീ എന്ന് വെച്ചാൽ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ. കുട്ടിക്കാലം മുതൽക്കേ നിനക്ക് ആൺകുട്ടികളായിരുന്നല്ലോ നിൻ്റെ കൂട്ടുകാരായിട്ടുള്ളത് മുഴുവനും. പിന്നീട് നിനക്ക് ഈ കാര്യത്തിൽ മാത്രം എങ്ങനെയാണ് മോളെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്? എപ്പോഴാണ് നിനക്ക് അനിയോട് അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എനിക്കറിയില്ല ചേച്ചി, എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണേ, മോളെ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ ഫോണിൽ അനിത എന്നടിച്ചിട്ടിരുന്ന നമ്പർ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അനിയുടെ നമ്പറാണെന്നുള്ള കാര്യം. ഞാനതേക്കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അന്നേരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ഞാൻ അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒക്കെ ഞാൻ കേട്ടു. അങ്ങനെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാൻ പറ്റിയത്. പക്ഷേ മോളെ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദർശേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു. എന്നാൽ നമ്മുടെ ചേച്ചിയായിരുന്നു ആദർശേട്ടൻ പെണ്ണ് കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. എന്നിട്ട് ചേച്ചിയാണ് നമ്മുടെ കൂട്ടത്തിൽ ആകെ സ്വാർത്ഥതയുള്ളതും എല്ലാം സ്വന്തമായിട്ട് വേണമെന്നുള്ള ആ ഒരു വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ളത്. പക്ഷെ നീ അങ്ങനെ ഒട്ടും ആയിരുന്നില്ലല്ലോ. പിന്നെ എന്താ നിനക്കിങ്ങനെ പറ്റിയത്? നിൻ്റെ ചേച്ചിമാരായ ഞാനും അതുപോലെ നവ്യേച്ചിയും അവിടെ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. ഇത്ര നാളായിട്ട് നമ്മളെ അവരാരും മരുമകളായിട്ട് കണക്കാക്കിയിട്ട് കൂടിയില്ല. അങ്ങനെയുള്ളിടത്തേക്കാണോ നീ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദു. അതിനുശേഷം നന്ദു പറയണം, ചേച്ചി ഞാൻ അനിയോട് ഒരിക്കലും എനിക്ക് അനിയെ ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അനിയായിട്ടാണ് ഇപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടന് ഞാൻ തമ്മിലുള്ള കാര്യങ്ങളിൽ കുറച്ച് മസാല പുരട്ടിയിട്ട് ഇവളോട് പറയാം. എന്നാൽ മാത്രമേ ഇവള് അനിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ ഇവള് അത് അനിയെ മനസ്സിലിട്ട് നീട്ടി നടക്കും എന്നിങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ നയന പറയണ, മോളെ
ചേച്ചി ഒരു കാര്യം പറയട്ടെ, ചേച്ചി വിവാഹം കഴിഞ്ഞ് ആദർശേട്ടൻ്റെ കൂടെ സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അവിടെ നിനക്ക് തെറ്റി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടനും ഞാനും തമ്മിലുള്ള ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ജീവിതം. അവിടെ ഞാനും ആദർശേട്ടനും തമ്മിൽ രണ്ടും രണ്ടാണ്. ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. നമ്മളൊന്നല്ല, ബെഡ്റൂമിൽ നമ്മൾ രണ്ടും രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ നയന നമ്മുടെ നന്ദുവിൻ്റെ മുന്നിലേക്ക് അഴിച്ചിടുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ നന്ദുവിന് നല്ല സങ്കടവുമാണ്. അപ്പോൾ നമ്മുടെ നന്ദു പറയുകയാണ്, ചേച്ചിയെ ആദർശേട്ടൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കരുതിയത് ആദർശേട്ടന് ചേച്ചിയോട് നല്ല സ്നേഹമാണെന്നാണല്ലോ. അപ്പോൾ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്ദു ചോദിക്കണം, ചേച്ചി എന്താ ഇതൊക്കെ എന്നോട് നേരത്തെ പറയാഞ്ഞത്? അപ്പോൾ നമ്മുടെ നയന പറയണ, നിനക്കിങ്ങനെ അനിയോടൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് നിന്നോടും പറഞ്ഞാനേ എന്നിങ്ങനെ പറയണം. അതിനുശേഷം നയന പറയണം, മോളെ നിൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേച്ചി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവിടെയുള്ള ജീവിതം എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലശേഷം എന്നെ അവിടെ നിർത്തില്ല, ഞാൻ അവിടെ നിന്ന് പോകാൻ റെഡിയായിക്കൊള്ളണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഇപ്പോഴേ അവിടെ നിന്നങ്ങ് പൊയ്ക്കൂടെ? എന്തിനാ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? മോളെ ഞാൻ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. കാരണം എനിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെ കൂടി നോക്കിയേ പറ്റുള്ളൂ. അവരെന്നോട് തന്നിട്ടുള്ള സ്നേഹവും ആ ഒരു കരുതലും ഒന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ കളഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല, പിന്നെ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന കരയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവും കരയുകയാണ്. അങ്ങനെ നമ്മുടെ നയനയും നന്ദുവും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം നന്ദു നയനയോട് പറയാണ്, ഇല്ല ചേച്ചി, ഇനി ഞാൻ എൻ്റെ ചേച്ചി പറയുന്നതൊക്കെ ജീവിക്കൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയന പറയണേ, മോളെ നീ ഇനി അനിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. കാരണം മറ്റൊരു പെൺകുട്ടിയേക്ക് വിവാഹമായിരിക്കുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് നീ അനിയെ മറന്നു കളയണം. അത് നിനക്ക് നല്ല സങ്കടമുള്ള കാര്യമാണെന്നൊക്കെ എനിക്കറിയാം, എന്നാലും നീ അത് ചെയ്യണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ നന്ദു പറയാണ്, ഇല്ല ചേച്ചി, ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് ഇരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു നയനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അനിയെ ഓർക്കില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ വാക്ക് കൊടുക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനിയും അനാമികയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനാമികയും അനിയും തമ്മിൽ വഴക്കുണ്ടാവാനുള്ള കാര്യം എന്ന് വെച്ചാൽ അനാമികയോട് അനി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അനി പറയാണ്, നീ എന്തിനാ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നത്? വിവാഹത്തിന് മുമ്പ് അങ്ങനെ വരാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയണം, ഓ അതൊക്കെ പണ്ടൊക്കെ ഉള്ള കാര്യമില്ലേ, അതൊക്കെ എന്തിനാ ഇപ്പോഴേ പറയുന്നത്? അത് പണ്ടാണ് അങ്ങനെ, ഇപ്പം അങ്ങനൊന്നും ഇല്ല. നീ പിന്നെ ഞാൻ അവിടെ ഇടിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് നിൻ്റെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾക്കിടയിൽ നന്ദു ഇല്ലേ, ആ കാര്യം അവരുകൂടി അറിയട്ടെ. കാരണം മുത്തച്ഛനും മുത്തശ്ശിയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നല്ലേ വിവാഹമൊക്കെ നമ്മൾ തമ്മിലുള്ള വിവാഹമൊക്കെ ഫിക്സ് ചെയ്തത്. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അവരത് അറിയണ്ടേ എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറയണം, അല്ലാതെ എൻ്റെ വീട്ടിൽ വന്ന് ഷോ ഓഫ് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ഏട്ടത്തിമാരുടെ അമ്മയാണ് കനക ആൻറ്റി, അവരോട് എന്തിനാണ് നീ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്? ഞാൻ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയണം നമ്മുടെ അനാമിക. അപ്പോൾ അനി പറയണം, അത് ശരിയല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നിനക്കിപ്പോൾ തന്നെ ഇത്രയേറെ സംശയമാണ് എന്നെയും നന്ദുവിനെയും വെച്ചിട്ട്. അങ്ങനെയുള്ള നിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ജീവിതം മുഴുവനും ആകെ കുട്ടിച്ചോറാക്കുമല്ലോ നീ. ഇപ്പോഴുള്ള സ്വസ്ഥത പോലും പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമിക പറയുകയാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിട്ട് തന്നത് നീയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയണേ, നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അവിടെ നിനക്ക് പറയാനുള്ള ഒരു അവകാശമില്ല. നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പേ നന്ദുവിനെയാണ് കണ്ടുമുട്ടിയത്. നന്ദുവും ഞാനും നല്ല ഫ്രണ്ട്സാണ്, അതിൻ്റെ ഇടയിലേക്ക് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനി സംസാരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയണം, എന്തായാലും നിൻ്റെ മനസ്സിലിരിപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ട് പോവുകയാണ്. അനാമിക പോയി കഴിഞ്ഞപ്പോൾ അനി ആലോചിക്കുകയാണ്, ഇങ്ങനെയൊന്നും ഇവളോട് സംസാരിക്കേണ്ടായിരുന്നു, ഇവൾ നേരെ ചെന്ന് അനന്തപുരി ചെന്ന് മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുളമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ അനി നിൽക്കുകയാണ്. അനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല. നമ്മുടെ അനി ഇങ്ങനെ അപ്പപ്പോഴുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അതേസമയത്ത് നമ്മുടെ നയനയുടെ അടുത്ത് നിന്ന് നന്ദു പോയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന നമ്മുടെ അനാമികയെ ഫോൺ വിളിക്കുകയാണ്. അനാമികയെ ഫോൺ വിളിച്ചിട്ട് മോളെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാൻ വരാം
എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയന പറയാണ് പെട്ടെന്ന് വരണം, ഞാൻ പാർക്കിൻ്റെ ആ ഭാഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയാണ്, നിങ്ങളെ വിളിച്ചത് എന്തായാലും നന്നായി, എനിക്ക് നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞാണ് ഞാനും ഇരുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം നമ്മുടെ ആദർശുണ്ടല്ലോ നയനയെ കാണാഞ്ഞിട്ട് ഗോവിന്ദനെ വീണ്ടും വിളിക്കുന്ന സമയത്ത് ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് പറയണ, മോനെ അതെനിക്കറിയില്ല, നയനമോൾ ഇവിടെ വന്നിട്ടില്ല, മോനോട് പറയാതെയാണോ പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയണ, കുഴപ്പമില്ല അച്ഛാ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ അനാമിക നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, മോളെ അനാമികെ, നിന്നോടൊരു കാര്യം പറയാനായിട്ടാണ് ഞാനിവിടെ കാത്തു നിന്നത്. നിങ്ങൾ പറയാനുള്ള കാര്യം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് പറയണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയണം, മോളെ നീ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നീ അമ്മയോട് കൂടെ സംസാരിച്ച് നിന്ന സമയത്ത് ഞാൻ ബാൽക്കണി വെച്ചിട്ട് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് വരാനോ ഒന്നും സംസാരിക്കാനോ പറ്റിയില്ല, അതിനു മുമ്പായിട്ട് നീ പൊയ്ക്കളഞ്ഞു എന്നിങ്ങനെ പറയണം. അപ്പോൾ അനാമിക പറയുകയാണ്, അത് നന്നായി, എനിക്ക് നിങ്ങളെ ഒന്ന് ഇതുപോലെ പുറത്ത് വെച്ച് കാണാൻ കിട്ടിയതേ വളരെ നന്നായി, ഞാൻ കുറേ ദിവസമായിട്ട് അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്, അനിയും ഞാനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ചേർന്ന് തീരുമാനിച്ചതാണ്. എന്നിട്ട് വിവാഹം ക്ഷണവും വരെ തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും നിങ്ങളുടെ അനിയത്തി അത് അനിയുടെ പിന്നാലെ തന്നെ ഇപ്പോഴും നടക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഇത് എനിക്കറിയാം, ഇതൊക്കെ നിങ്ങളുടെ സൈഡോടുകൂടി നിങ്ങളുടെ അറിവോടുകൂടിയാണെന്നൊക്കെയാണ് നമ്മുടെ അനാമിക പറയുന്നത്. അപ്പോൾ നമ്മുടെ നയന പറയണ, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ ഒരിക്കലുമില്ല, അനിയും നന്ദുവും നല്ല ഫ്രണ്ടാണ്, അവർക്കിടയിൽ നീ കരുതുന്നത് പോലെ ഒരു തെറ്റായ ഒരു ബന്ധം ഇന്ന് വരെ ഇല്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നെ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്, കാരണം വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് നീയും അനിയും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കനൽ കിടക്കരുത്, പ്രത്യേകിച്ചും എൻ്റെ അനിയത്തിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും തമ്മിൽ തല്ലരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമിക പറയുകയാണ്, നിങ്ങളെ കൂടുതൽ സംസാരിക്കണ്ട, നിങ്ങളൊക്കെ അർഹതയില്ലാതെയല്ലേ അനന്തപുരി തറവാട്ടിലേക്ക് എത്തിയത്, ആ ചരിത്രമൊക്കെ എനിക്കറിയാം, അതൊന്നും എന്നെ കൊണ്ട് പാടിപ്പിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ നിങ്ങളെപ്പോലെ അല്ല ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ നയന പറയണം, അതേ മോളെ, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, എൻ്റെ അമ്മയും അത് എപ്പോഴും പറയാറുണ്ട്, എന്നെ എൻ്റെ ചേച്ചി അവിടെ മരുമകളായിട്ട് അവരാരും കരുതിയിട്ടില്ലെന്നും, ഇനി ആകെ കൂടി അവിടെ തറവാട്ടിലേക്ക് വരുന്ന ഏക മരുമകൾ നീയാണെന്നുമാണ് എൻ്റെ അമ്മയമ്മ എപ്പോഴും പറയുന്നത്. കണ്ടോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെ കണ്ടോ, ഇതിൻ്റെ കുത്തല നിങ്ങൾക്ക് അസൂയയാ. ഞാനവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പരിഗണന പോലും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വേലക്കാരിയുടെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അനിയത്തിയെ സ്വാധീനിച്ച് നിങ്ങൾ അനന്തപുരിയിലേക്ക് കയറ്റിക്കാനായിട്ട് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മൂത്ത തെളിയതുമാരൊക്കെ എല്ലാവർക്കും കൂടി അനന്തപുരി അങ്ങ് ഭരിച്ച് കെട്ടാലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ നയന പറയണം, മോളെ ഇത് നിൻ്റെ വെറും സംശയം മാത്രമാണ്. ഈ സംശയവും മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് തുടങ്ങിയാലുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഈ സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ്, ഞാനെങ്ങനെ സംശയിക്കാതിരിക്കും, അമ്മാതിരിയുള്ള രീതികളല്ലേ കാണിക്കുന്നത് മുഴുവനും. എൻ്റെ ഭർത്താവ് ആകാൻ പോണ എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, അവന് ഒരു ജ്യൂസ് കുടിക്കാൻ പോലും ഉള്ള സമയമില്ല. എന്നാൽ നന്ദുവിനൊപ്പം കറങ്ങി നടക്കാനും അവൾക്കൊപ്പം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാനും അവനൊരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നയന പറയണം, മോളെ അങ്ങനെയല്ല, നീയും അനിയും തമ്മിലുള്ളത് വിവാഹം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. പക്ഷേ നന്ദു അനിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ പലപ്പോഴും നന്ദുവിനെ അനി കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനും അതുപോലെ തന്നെ വിവാഹം ഒന്ന് നീട്ടി വെക്കണമെന്ന് പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ശരിക്കും പറഞ്ഞാൽ ഒരു പക്വതയും വന്നിട്ടില്ല. അവന് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ചിന്തിക്കാനുള്ള പക്വത പോലും ഇല്ല. ശരിക്കും മൂർത്തീസ് ജ്വല്ലറിയുടെ 3 ബ്രാഞ്ചുകൾ അവനെ ഏൽപ്പിച്ചിട്ട് അതുപോലും സ്വീകരിക്കാൻ അവൻ തയ്യാറാവുന്നില്ല. കാരണം അവൻ അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. അതുകൊണ്ട് മോള് ഇതിനെയൊന്നും അങ്ങനെ കരുതരുത്. എൻ്റെ അടുത്തും അനി പറഞ്ഞിട്ടുണ്ട്, അവന് വിവാഹം ഒന്ന് നീട്ടിവെച്ചാൽ മാത്രം മതിയെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ വിവാഹം ഒന്ന് നീട്ടിവെക്കുകയാണെങ്കിലുണ്ടല്ലോ അവൻ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കാനും കുറച്ചുകൂടി പക്വതയോടുകൂടി തീരുമാനം എടുക്കാനും പറ്റും. പ്രതീക്ഷിക്കാതെ ഒട്ടും
ഒട്ടും പ്രതീക്ഷിക്കാതെ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഉൾവലിയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. കുറച്ച് സമയം കൂടി കിട്ടുകയാണെങ്കിൽ അവന് എല്ലാ കാര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ നയന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറയാണ്, കല്യാണ ക്ഷണവും നടന്നു, വിവാഹക്കുറിയും അടിച്ചു, കല്യാണ ക്ഷണവും നടന്നു, ഇപ്പോൾ ഏകദേശം എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവാഹ മുഹൂർത്തം അടുത്ത സമയത്ത് ഇനി അവന് കല്യാണം നീട്ടി വെക്കണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അഥവാ അങ്ങനെ തന്നെയാണെങ്കിലും അത് നിങ്ങളെ അനിയത്തിയോടുമാണോ ചർച്ച ചെയ്യേണ്ടത്? അവനത് എന്നോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമിക ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇത് 9-ാം തീയതിയിലെ എപ്പിസോഡാണ്. ഇത് കാണാത്തവരെല്ലാവരും കാണുക. എപ്പിസോഡ് വരാൻ താമസിച്ചെങ്കിലും ഇനിയും ഞാൻ എപ്പിസോഡ് വരാൻ ചിലപ്പോൾ ഒരു ശകലം ഒന്ന് താമസിച്ചു നിന്നിരിക്കും. എന്നാലും ഉറപ്പായിട്ട് ഞാൻ എല്ലാ എപ്പിസോഡുകളും ഇടുന്നതായിരിക്കും. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.